Hi, welcome to Renisha CS Edu World. നമ്മൾ ഈ വീഡിയോക്കകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് വാട്ട് ആർ ദ ഡേറ്റ സ്ട്രക്ചേഴ്സ് യൂസ്ഡ് ഇൻ അസംബ്ലേഴ്സ്. അസംബ്ലേഴ്സിനകത്ത് യൂസ് ചെയ്യുന്ന ഡേറ്റ സ്ട്രക്ചേഴ്സ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇൻ അസംബ്ലേഴ്സ് മെയിൻലി വി യൂസസ് 3 ടൈപ്പ് ഓഫ് ഡേറ്റ സ്ട്രക്ചേഴ്സ്. ഡേറ്റ സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഡേറ്റ സ്ട്രക്ചർ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടൊന്നും അല്ല പറയുന്നത്. ഡേറ്റ സ്ട്രക്ചർ മീൻസ് ഇറ്റ് ഇസ് എ ടേബിളിനെ ഉള്ളൂ. അതായത് അസംബ്ലറിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ടേബിൾസ്, അല്ലാതെ സ്റ്റാക്കോ ക്യൂോ അങ്ങനെയൊന്നും അല്ല, ട്രീയോ ഒന്നും അല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ ടേബിൾസ് ആണ് ഉദ്ദേശിക്കുന്നത്. അസംബ്ലേഴ്സിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ടേബിൾസ് ആണ് ഈ ഡേറ്റ സ്ട്രക്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് മെയിൻലി 3 ടൈപ്പ് ഓഫ് ഡേറ്റ സ്ട്രക്ചേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓപ്റ്റാപ്പ് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷണൽ കോഡ് ടേബിൾ ആണ് ഓപ്റ്റാപ്പ്. സിംടാപ്പ് സിമ്പിൾ ടേബിൾ, സിമ്പിൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടേബിള്. നെക്സ്റ്റ് ലൊക്കേഷൻ കൗണ്ടർ. ലൊക്കേഷൻ കൗണ്ടർ എന്ന് പറയുന്നത് ഒരു പോയിന്റർ ആണ്. ഓക്കെ, അപ്പൊ അത് സ്റ്റാർട്ടിങ് ഓഫ് ദ പ്രോഗ്രാമിലാണ് ഇനീഷ്യലി അത് പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് ഈ ടേബിൾ ഇരിക്കുന്നത്, ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, ഇതിനെ കുറിച്ചാണ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ there are 3 type of data structures: OPTAP, SIMTAP and location counter. Okay, there are 3 type of data structures used in assemblers. OPTAP എന്ന് പറയുന്നത് ഓപ്പറേഷൻ കോഡ് ടേബിളിനെയാണ് നമ്മൾ OPTAP എന്ന് പറയുന്നത്. സിമ്പിൾ ടേബിളിനെയാണ് SIMTAP എന്ന് പറയുന്നത്. ലൊക്കേഷൻ കൗണ്ടർ ആണ് LOCCTR, ലൊക്കേഷൻ കൗണ്ടർ. അപ്പൊ LOCCTR എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കാണ് ഇറ്റ് ഇസ് എ ലൊക്കേഷൻ കൗണ്ടർ. അപ്പൊ ഓപ്റ്റാബ്, സിംടാബ്, ലൊക്കേഷൻ കൗണ്ടർ. ഓക്കെ, ഈ 3 ഡേറ്റ സ്ട്രക്ചേഴ്സ് ആണ് അസംബ്ലറിന്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടെണ്ണം ടേബിൾസ് ആണ്. ഓപ്റ്റാബും സിംടാബും ടേബിൾസ് ആണ്. ലൊക്കേഷൻ കൗണ്ടർ എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇതിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽഡ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ഓപ്റ്റാബ് എന്താന്ന് നോക്കാം. ഓപ്റ്റാബ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഫിക്സഡ് ടേബിൾ, ഇറ്റ്സ് എ സ്റ്റാറ്റിക് ടേബിൾ ആണ്. ഓക്കെ, ഇറ്റ് ഇസ് എ സ്റ്റാറ്റിക് ടേബിൾ. ഇറ്റ് കാനോട്ട് ചേഞ്ച്. നമുക്ക് എലിമെന്റിനെ അതിൻ്റെ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല. ഈ ഒരു അസംബ്ലർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ ജനറേറ്റ് ചെയ്യുന്ന ഒരു ടേബിൾ ആണ് ഓപ്റ്റാബ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ സ്റ്റാറ്റിക് ടേബിൾ. ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ ഇസ് നോട്ട് പോസിബിൾ. ഇൻസേർട്ട് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല. ഇറ്റ്സ് എ സ്റ്റാറ്റിക് ടേബിൾ, അതായത് ഒരു ഫിക്സഡ് ടേബിൾ ആണ്. അപ്പൊ ഈ ടേബിളിന്റെ അകത്ത് എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് ആണ് ഉള്ളത്? ഒരു സാധാരണ ഒരു ഓപ്റ്റാബിന്റെ അകത്ത് ഉണ്ടാകുക ന്യൂമോണിക് കോഡ് കാണും, കൂടാതെ ഒരു മെഷീൻ ഇക്വലന്റ് കോഡ് കാണും, മെഷീൻ കോഡും കാണും. ഓക്കെ, അപ്പൊ ഒരു സാധാരണ ഒരു ഓപ്റ്റാബിന്റെ അകത്ത് ന്യൂമോണിക് കോഡും ന്യൂമോണിക് കോഡും കാണും, മെഷീൻ കോഡും കാണും. അതായത് ഇപ്പം ന്യൂമോണിക് കോഡിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു മെഷീൻ കോഡ്. ഓക്കെ, STL എന്ന് പറയുന്നതിന്റെ ഇക്വലന്റ് മെഷീൻ കോഡ് 14 ആണ്. ഓക്കെ, അങ്ങനെ ആ ഒരു ഇക്വലന്റ് കോഡ് ഏതിൻ്റെ അകത്ത് കാണും? ഈ ടേബിളിന്റെ അകത്ത് കാണും. ഓക്കെ, അതായത് അത് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. അതായത് ഏതൊക്കെയാണ് നമുക്ക് ഇവിടെ ന്യൂമോണിക് ഓപ്പറേഷൻ കൊടുക്കാൻ പറ്റുന്നത്? ഓക്കെ, ആഡ്, സബ്, മൂവ്, STL, ജമ്പ്. ഓക്കെ, അങ്ങനെ ഓരോന്നിനും ന്യൂമോണിക് ഓപ്പറേഷൻ കോഡ്. ഇപ്പൊ 8086-85 പോലെയല്ല 86 ഇൻസ്ട്രക്ഷൻ കോഡ്. അപ്പൊ അതുപോലെ നമ്മൾ ഏതാണോ അസംബ്ലർ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള കോഡുകളായിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പം ന്യൂമോണിക് കോഡിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു മെഷീൻ കോഡ് ഇതിനകത്ത് കാണാം. അപ്പൊ ഇങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് ഈ ഒരു പർട്ടിക്കുലർ കോഡ് മാത്രമേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ആ കോഡ് മാത്രമേ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഈ ഒരു ഓപ്റ്റാബി വന്നിട്ടാണ് നമ്മൾ നോക്കുന്നത് ഇത് കറക്റ്റ് ആണോ, വാലിഡ് ആണോ, നമ്മൾ കൊടുക്കുന്ന ഓപ്പറേഷൻ കോഡ് വാലിഡ് ആണോ അല്ലയോ എന്ന് അസംബ്ലർ ചെക്ക് ചെയ്യുന്നത് ഈ ഓപ്റ്റാബി വന്നിട്ടാണ്. അപ്പൊ നമുക്ക് വാലിഡ് ആയിട്ടുള്ള എല്ലാ കോഡുകളും ന്യൂമോണിക് കോഡുകളും എവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്? ഈ ഓപ്റ്റാബിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ന്യൂമോണിക് കോഡിന് ഇക്വലന്റ് ആയിട്ടുള്ള മെഷീൻ കോഡ് കാണും. ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു അസംബ്ലർ ആണെങ്കിൽ ഇതിന്റെ ഇൻസ്ട്രക്ഷന്റെ ഫോർമാറ്റും അതിന്റെ ലെങ്തും കാണും.
ഓക്കെ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അസംബ്ലേഴ്സിന്റെ ഓക്ടാബിന്റെ അകത്ത് എന്ത് കാണും? ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റും ലെങ്തും കാണും. ഇത് പാസ് 1ഉം പാസ് 2 എന്ന് പറഞ്ഞ രണ്ട് പാസുകളുണ്ട്. നമ്മൾ ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നതാണ്. അപ്പൊ ഈ പാസ് 1ന്റെ അകത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന ഓക്ടാബ് വാലിഡ് ആണോ, ഓക്കെ, വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, പാസ് 1 എന്ന് പറഞ്ഞാൽ, പാസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു പ്രോഗ്രാമിനെ അനലൈസ് ചെയ്യുന്നതിനാണ്. ഓക്കെ, ലൈൻ ബൈ ലൈൻ അനലൈസ് ചെയ്യുന്നതിനാണ് പാസ് എന്ന് പറയുന്നത്. അപ്പൊ പാസ് 1 പാസ് 2 അൽഗോരിതം നെക്സ്റ്റ് നിങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ഈ പാസ് 1ന്റെ അകത്ത് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ കൊടുക്കുന്ന ഓപ്കോഡ് വാലിഡ് ആണോ, ന്യൂമോണിക് ഓപ്കോഡ് എന്ന് പറയുന്നത്, ന്യൂമോണിക് ഓപ്കോഡ് എന്താണോ നോക്കും, വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് പാസ് 1ലാണ്. പാസ് 2 വെച്ചിട്ട് ഓക്കെ വാലിഡ് ആണെന്ന് ചെക്ക് ചെയ്തു പാസ് 1. പാസ് 2 ന്യൂമോണിക് കോഡിന് ഈക്വലന്റ് ആയിട്ടുള്ള മെഷീൻ കോഡ് എടുക്കുന്നത്. ഓക്കെ, അതായത് ഒബ്ജക്ട് കോഡാണ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. പാസ് 2 വെച്ചിട്ടാണ് ഒബ്ജക്ട് കോഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്ന ഫോർമാറ്റ് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പൊ ആ പർട്ടിക്കുലർ പാസ് 2 വെച്ചിട്ടാണ് ന്യൂമോണിക് ഓപ്പ് കോഡിന് ഈക്വലന്റ് ആയിട്ടുള്ള മെഷീൻ കോഡ് നമ്മൾ എടുക്കുന്നത് പാസ് 2 വെച്ച്. ഓക്കെ, അപ്പം ഇതിന്റെ അകത്ത് ഓൾറെഡി നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണുള്ളത്. സെർച്ച് ചെയ്യുന്നത്, ഓക്കെ, അപ്പൊ സെർച്ച് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സാധാരണ നമ്മൾ ഹാഷിങ്ങോ അങ്ങനെ ഹാഷിങ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഹാഷിങ്ങിന്റെ അകത്ത് ഇറ്റ് ഇസ് ഫാസ്റ്റർ ആണ്. അപ്പൊ ഒരു കീ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. ഹാഷ് ടേബിളിന്റെ അകത്ത് നമുക്കൊരു കീ വേണം. ഓക്കെ, ഹാഷിങ് യൂസ് ചെയ്യാനുള്ളത് നമുക്ക് എന്താന്ന് വെച്ചെങ്കിൽ സെർച്ചിങ് ഈസിയാണ്. അപ്പൊ ഇതിന്റെ അകത്ത് ഓക്കെ അരേ വെച്ചിട്ടും ഹാഷ് ടേബിൾ വെച്ചും യൂസ് ചെയ്യും. ഹാഷ് ടേബിൾ ആണ് മോർ ഫാസ്റ്റ്. അപ്പൊ ന്യൂമോണിക് ഓപ്പ് കോഡിന്റെ ഓപ്പ് കോഡാണ് എന്തായിട്ട് ചൂസ് ചെയ്യുന്നത്, കീ ആയിട്ട് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു പർട്ടിക്കുലർ ന്യൂമോണിക് ഓപ്പ് കോഡ് ഉണ്ട്, അതിന് ആഡ് ആണെങ്കിൽ അഡീഷന് വേണ്ടി മാത്രം അത് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടുത്തെ കീ എന്ന് പറയുന്നത് എന്താണ്, ന്യൂമോണിക് ഓപ്പറേഷൻ കോഡാണ്. അപ്പൊ ഓപ്റ്റാബിന്റെ അകത്ത് കീ എന്ന് പറയുന്നത് ന്യൂമോണിക് ഓപ്പറേഷൻ കോഡാണ്. അപ്പൊ ഇതാണ് ഓപ്റ്റാബ് പറഞ്ഞു. ഓപ്റ്റാബ് ഈസ് എ സ്റ്റാറ്റിക് ടേബിൾ, ഇറ്റ് കാനോട്ട് ബി ചേഞ്ച്. ഓക്കെ, അത് പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുന്ന ടൈമിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ ടേബിള്. ഇതിന്റെ അകത്ത് ന്യൂമോണിക് കോഡ് കാണും, മെഷീൻ കോഡും കാണും, ഇക്വലന്റ് കോഡും കാണും. In advanced compilers, the octab also contains instruction format and length. Instruction formatഉം ലെങ്തും കാണും, അഡ്വാൻസ്ഡ് ഉണ്ട്. ഓക്കെ, പാസ് 1 എന്താ ചെയ്യുന്നത്, ഈ ഓക്ടാബിന്റെ അകത്ത് ചെന്ന് ചെക്ക് ചെയ്യും നമ്മൾ യൂസ് ചെയ്യുന്ന വാലിഡ് ഓപ്പ് കോഡ് ആണോ യൂസ് ചെയ്യുന്നുള്ള ചെക്ക് ചെയ്യുന്ന പാസ് 1ലാണ്. പാസ് 2 നമ്മൾ എടുക്കുന്നത് വാലിഡ് ആണോ എന്ന് പാസ് 1 ചെക്ക് ചെയ്തു. പാസ് 2ന്റെ അകത്ത് അതിന് ഈക്വലന്റ് ആയിട്ടുള്ള മെഷീൻ കോഡ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് പറഞ്ഞ ഇതാണ്. ഇത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒന്നുകിൽ ആരെയും ഹാഷ് ടേബിൾ ഒക്കെ യൂസ് ചെയ്യാം. ഹാഷ് ടേബിൾ ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്, ബിക്കോസ് മോർ ഫാസ്റ്റ്, സെർച്ചിങ് ഈസ് ഫാസ്റ്റ് ആണ് കമ്പയർ ടു അരേയുടെ കേസ് ഒക്കെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഫാസ്റ്റ് സെർച്ചിങ് പോസിബിൾ ആകുന്നത് ഹാഷ് ടേബിളിന്റെ അകത്താണ്. അപ്പൊ അവിടെ ഹാഷിങ്ങിന്റെ അകത്ത് നമുക്കൊരു കീ വേണം. Therefore, the key എന്ന് പറയുന്നത്, അതുകൊണ്ട് ഈ ഓക്ടാബിനകത്ത് യൂസ് ചെയ്യുന്ന കീ എന്ന് പറയുന്നത് ന്യൂമോണിക് ഓപ്പ് കോഡ് ആയിരിക്കും. ന്യൂമോണിക് ഓപ്പ് കോഡ് ആണ് നമ്മൾ കീ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ ഓക്ടാബ്. നെക്സ്റ്റ് ഇസ് ദ സിംടാബ്. Next is the SimTab. SimTab is simple table. Okay, simple table is a dynamic table. Dynamic table means we can insert and delete elements in the table. Okay, അതായത് ഡൈനാമിക് ടേബിൾ ആണെങ്കിൽ, ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ആണെങ്കിൽ നമുക്ക് ഡേറ്റയെ ഇൻസേർട്ട് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും പറ്റും. അപ്പൊ ഈ സിമ്പിൾ ടേബിള് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഓരോ പ്രോഗ്രാമിനനുസരിച്ചാണ് സിമ്പിൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ബട്ട് ഓക്ടാബ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫിക്സഡ് ആണ്. അത് ഞാൻ പറഞ്ഞു, അത് കൺസ്ട്രക്ട് ചെയ്യുന്ന, അതൊരു ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ഓക്ടാബ് എന്ന് പറയുന്നത്. സിംടാബ് എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്ന അസംബ്ലി ലാംഗ്വേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അത് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ അസംബ്ലി ലാംഗ്വേജിനനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും ഈ സിംടാബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് എ ഡൈനാമിക് ടേബിൾ. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്? ഓക്കെ, ഇതിന്റെ അകത്തുള്ളത് സിമ്പിൾ നെയിം, അഡ്രസ് കാണും, ഓക്കെ, അതായത് ഈ സിമ്പിൾ ടേബിളിനകത്ത് സിമ്പിളിന്റെ നെയിമും അഡ്രസ്സും കാണും. നമ്മൾ പ്രീവിയസ് ആയിട്ട് ഒരു പ്രോഗ്രാം നമ്മൾ പറഞ്ഞായിരുന്നു.
ഓക്കെ, ഈ ഒരു എക്സാമ്പിളിൽ അത് നമുക്ക് സിമ്പിൾസ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. ഇത് അതിന്റെ ലൊക്കേഷൻ കൗണ്ടർ, ഇത് ഇതിന്റെ സിമ്പിൾ ആണ് സ്റ്റോർ ചെയ്യുക. ഓക്കെ, അങ്ങേറ്റത്ത് പിന്നെ കോഡ്, അത് നമുക്ക് ആവശ്യമില്ല ഈ ഒരു കേസിൽ. അപ്പൊ ഈ ഒരു സിമ്പിൾ ടേബിളിന്റെ അകത്ത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് സിമ്പിളിന്റെ നെയിമും അഡ്രസ്സുമാണ് സ്റ്റോർ ചെയ്യാൻ. അപ്പൊ ഓരോന്നും നമ്മൾ ഏതാണോ പ്രോഗ്രാം ഉള്ളത് നമ്മുടെ കയ്യിൽ, അതിനനുസരിച്ചുള്ള സിമ്പിൾ ടേബിൾ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു പ്രോഗ്രാമിനനുസരിച്ചുള്ള സിമ്പിൾ ടേബിൾ ആണ് ഇത്. അപ്പൊ ഇതിന്റെ അകത്ത് ആദ്യം കോപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിമ്പിൾ ആണ്, കോപ്പി വരും. അതിന്റെ അഡ്രസ് 1000 ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഫസ്റ്റ് ആണ്, സിമ്പിൾ യൂസ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ആണ്, അതിന്റെ അഡ്രസ് 1000. ഓക്കെ, നെക്സ്റ്റ് യൂസ് ചെയ്തിരിക്കുന്ന സി ലൂപ്പ്, അതിന്റെ അഡ്രസ് 1003. നെക്സ്റ്റ് യൂസ് ചെയ്തിരിക്കുന്ന എൻഡ് ഫയൽ അതിന്റെ 1015. ഇങ്ങനെയായിരിക്കും ഇത് സ്റ്റോർ ചെയ്യുന്നത്. ഇതിന്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്നത് സിമ്പിൾ അഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ലൊക്കേഷൻ കൗണ്ടർ എവിടെയാണോ പോയിന്റ് ചെയ്യുന്നത്. ഇപ്പൊ ഈ അഡ്രസ് നമുക്ക് ഇത് കിട്ടുന്നത് ലൊക്കേഷൻ കൗണ്ടറിന്റെ ആണ്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാൻ വരുന്നേ ഉള്ളൂ. ആ ലൊക്കേഷൻ കൗണ്ടറിന്റെ അഡ്രസ് എന്താണോ, കോപ്പി എന്ന് പറയുന്നിടത്ത് ലൊക്കേഷൻ കൗണ്ടറിന്റെ അഡ്രസ് എന്താണോ ആ അഡ്രസ് ആണ് ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റിന്റെ അഡ്രസ് 1000 അത് വരും. സി ലൂപ്പിന്റെ അഡ്രസ് 1003. നെക്സ്റ്റ് എൻഡ് ഫയലിന്റെ അഡ്രസ് 1015. അപ്പൊ ഇങ്ങനെയാണ് സിമ്പിൾ ടേബിളിന്റെ അകത്തുള്ളത്. ഓക്കെ, എന്താ സിമ്പിളിന്റെ നെയിമും കാണും, അഡ്രസ്സും കാണും. ഇൻ അഡ്വാൻസ്ഡ് അസംബ്ലേഴ്സ് ആണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, ഇൻ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അസംബ്ലേഴ്സ് ആണെങ്കിൽ ഫ്ലാഗ്, ടൈപ്പ്, ഏത് ടൈപ്പ് ആണ്, അതിന്റെ ലെങ്ത് എത്രയാണ്, ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഫ്ലാഗ് എന്ന് പറയുന്നത് എറർ ഫ്ലാഗ് ആണ്. എറർ ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിള്, ഒരു പ്രോഗ്രാമിന്റെ അകത്ത് ഒരു സിമ്പിള് വരാവും. കാരണം ഇപ്പം ഓക്കെ, നമ്മളിപ്പോ ജമ്പ് ഫസ്റ്റ് ഒന്ന് കൊടുത്തു, ഇവിടെയും ഫസ്റ്റ് ഉണ്ട് ഇവിടെയും ഫസ്റ്റ് ഉണ്ടെങ്കിൽ 2 പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ അത് എങ്ങോട്ട് പോകും? അപ്പം ഒരു പ്രോഗ്രാമിന്റെ അകത്ത് സിമ്പിൾ ആദ്യം നമ്മൾ ലേബൽ ഫീൽഡ് അല്ലേ പറയുന്നത്, ലേബൽ ഫീൽഡ് ആണ് സിമ്പിൾ എന്ന് പറഞ്ഞേക്കുന്നത്. ലേബലിനെ നമ്മൾ ഓൾറെഡി നിങ്ങൾ നേരത്തെ ഫസ്റ്റ് മോഡ്യൂളിന്റെ അകത്ത് പഠിക്കുന്നുണ്ട് അതിന്റെ എങ്ങനെയാണ് ഫോർമാറ്റ് എന്നുള്ളത്. ഫോർമാറ്റ് ആദ്യം ലേബല്, പിന്നെ ഓപ്പ് കോഡ്, പിന്നെ ഓപ്പറേറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. ഈ ലേബൽ ഫീൽഡ് ഓപ്ഷണൽ ആണ്. ഓക്കെ, അപ്പൊ ലേബൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സെയിം നെയിമിൽ പിന്നെ വേറെ ലേബൽ വരാൻ പാടില്ല. അപ്പം ഇവിടെ കോപ്പി എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ സ്റ്റോർ ചെയ്തു, പിന്നെയും വേറൊരിടത്ത് കോപ്പി വരുവാണെങ്കിൽ ഇറ്റ്സ് ആൻ എറർ. അപ്പൊ അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് ഇവിടെ ഫ്ലാഗ് യൂസ് ചെയ്യുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് സിമ്പിൾ ഉണ്ടെങ്കിൽ അവിടെ എറർ ഫ്ലാഗ് സെറ്റ് ചെയ്യും. പിന്നെ ടൈപ്പ്, പിന്നെ ലെങ്ത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളായിരിക്കും അഡ്വാൻസ്ഡ് അസംബ്ലേഴ്സിന്റെ അത് ഉണ്ടായിരിക്കുന്നത്. കൗണ്ടർ ആണ്. ഈ ലൊക്കേഷൻ കൗണ്ടറിന്റെ അവിടെ നമ്മൾ ചെയ്യുന്നത്, ലൊക്കേഷൻ കൗണ്ടർ പോയിന്റ് ടു ദ സ്റ്റാർട്ടിംഗ് അഡ്രസ് ഓഫ് ദ പ്രോഗ്രാം. അതായത് ഇപ്പൊ ഇവിടെ ഒരു സ്റ്റാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇവിടെ തുടങ്ങുന്നത്. കോപ്പി സ്റ്റാർട്ട് 1000 എന്നായിരിക്കും ഇവിടെ ഫസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവാം. നമ്മുടെ ഇതിനകത്ത് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ സ്റ്റാർട്ട് എവിടോട്ടാണോ അഡ്രസ് പറഞ്ഞിട്ടുള്ളത്, ഇത് കോപ്പി എന്ന് പറയുന്ന ഈ ഫയലിന്റെ നെയിമാണ്. അപ്പൊ സ്റ്റാർട്ട് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കൂടെ ഒരു അഡ്രസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൊക്കേഷൻ കൗണ്ടർ എന്ത് ചെയ്യും, ആ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിലേക്ക് പോയിന്റ് ചെയ്യും. ഓക്കെ, സ്റ്റാർട്ടിങ് അഡ്രസ്സിലേക്കായിരിക്കും ലൊക്കേഷൻ കൗണ്ടർ പോയിന്റ് ചെയ്യുന്നത്. പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് 0യിലേക്കായിരിക്കും പോയിന്റ് ചെയ്യുന്നത്. അവിടെ സ്റ്റാർട്ടിംഗ് അഡ്രസ് പറഞ്ഞിട്ടില്ലെങ്കിൽ ലൊക്കേഷൻ കൗണ്ടർ പോയിന്റ് ചെയ്യുന്നത് 0യിലേക്കായിരിക്കും. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു അഡ്രസ്, ഒരു പർട്ടിക്കുലർ അഡ്രസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൊക്കേഷൻ കൗണ്ടർ പോയിന്റ് ചെയ്യുന്നത് അവിടേക്കായിരിക്കും. ഇവിടെ പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും, അത് അടുത്തടുത്തോട്ട് ഇത് പോയിന്റ് ചെയ്യും ലൊക്കേഷൻ കൗണ്ടർ. ഇവിടെ വന്നു, ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഇത് ഇങ്ങോട്ട് പോകും. അപ്പൊ ഈ 1003 കിട്ടുന്നത് എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇൻസ്ട്രക്ഷന്റെ ലെങ്ത്, ഓക്കെ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇങ്ങനെയാണ്, ഒരു ഇൻസ്ട്രക്ഷന്റെ ലെങ്ത് 3 എന്നുള്ള രീതിയിലാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഹെക്സാഡെസിമൽ അഡ്രസ്സിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ ഒരു ഇൻസ്ട്രക്ഷന്റെ ലെങ്ത് 3, അപ്പൊ 1000 + 3 ആണ് എടുത്തേക്കുന്നത്. ഓക്കെ, 1000 + 3യിലേക്കാണ് അടുത്ത് പോയിന്റ് ചെയ്യുന്നത്. അടുത്ത് വന്നപ്പോ എവിടോട്ട് പോയിന്റ് ചെയ്യും, 1000. ഇപ്പൊ ഈ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് എങ്ങോട്ടാ പോയിന്റ്, 1000
ഈ 3 ആഡ് ചെയ്യുമ്പോൾ 6 പോകുന്നത്. അപ്പൊ ഒരു സാധാരണ ഒരു ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ ഇത് ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. നിങ്ങൾക്ക് ഒരു എക്സാമിന് ചോദിച്ചിരുന്നതാണ് ഇതിന്റെ അഡ്രസ്സിങ്, ഞാൻ അത് പറഞ്ഞുതരാം, ആ ക്വസ്റ്റിനും ആൻസറും. അപ്പം ഇങ്ങനത്തെ ഒരു ഇത് തന്നിട്ട് അതിന്റെ അഡ്രസ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയാണ് എടുക്കുക. 1000 കഴിഞ്ഞിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ ലെങ്ത് 3 ആണ്, അപ്പൊ 3 ആഡ് ചെയ്യും. അടുത്ത എടുക്കുമ്പോൾ അടുത്ത ഇൻസ്ട്രക്ഷൻ ലെങ്ത് 3 ആണ്, അത് ആഡ് ചെയ്യും. ഇത് ഹെക്സാഡെസിമൽ ഫോർമാറ്റിംഗിലാണ്. ഹെക്സാഡെസിമൽ ആണെങ്കിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 1 to 9 കഴിഞ്ഞിട്ട് പിന്നെ A to F ആണ്. ഹെക്സാഡെസിമലിന്റെ ഇത് വരുന്നത് 0 to 9 കഴിഞ്ഞാൽ പിന്നെ A to F എന്നാണ് പറയാ. A എന്ന് പറയുന്നത് 10 ആണ്. 10, 11, 12, 13, 14, 15, 16. അതായത് A, B, C, D, E, F. ഓക്കെ, അങ്ങനെയാണ് എടുക്കുക. അതായത് 10 ഇക്വലന്റ് ആയിട്ട് A, 11 B, 12, ഓക്കെ 10 A, 11 B, 12 C, 13 D, 14 E, 16 F. F കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? 0 പിന്നെയും പോകും. അതായത് 16 കഴിഞ്ഞാൽ പിന്നെയും 0 ആയ. ഓക്കെ, 1 0 എന്ന് എടുക്കും. ഓക്കെ, അടുത്ത പ്ലേസിൽ ഒരു ക്യാരിയും കൂടെ വന്നിട്ട് 1 0 എടുക്കും. ഇങ്ങനെയാണ് ഹെക്സാഡെസിമലിനകത്ത് നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം സാധാരണ ഒരു ഇൻസ്ട്രക്ഷൻ ലെന്ത് 3 ആണ്, അതിന്റെ കൂടെ ആഡ് ചെയ്യുക. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇപ്പം അല്ലാതെ ഇപ്പൊ വേർഡ് വരാം. വേർഡ് ബൈറ്റ്, ഓക്കെ, റിസർവ്ഡ് വേർഡ്, റിസർവ്ഡ് ബൈറ്റ്, ഇത്ര വരാം. അപ്പം വേർഡ് ആണെങ്കിൽ വേർഡ് സ്റ്റോർ ചെയ്യാനായിട്ട് 3 ആണ് വരുന്നത് ലെങ്ത്. അപ്പം എത്ര ആണോ അഡ്രസ് ലൊക്കേഷൻ കൗണ്ടറിലൂടെ 3 ആഡ് ചെയ്താൽ മതി. ഇനി ബൈറ്റ് ആണെങ്കിൽ ബൈറ്റ് ഈസ് യൂസ്ഡ് ടു ജനറേറ്റ് ക്യാരക്ടർ കോൺസ്റ്റന്റ് ഓർ ഹെക്സാഡെസിമൽ കോൺസ്റ്റന്റ്. അപ്പൊ ഇതിന് എത്ര ആണോ ലെങ്ത് വേണ്ടതെന്നുള്ളത് ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. ഫൈൻഡ് ചെയ്യണം, ഫൈൻഡ് ദ ലെങ്ത്, എന്നിട്ട് എന്ത് ചെയ്യണം? ലൊക്കേഷൻ കൗണ്ടറിന്റെ കൂടെ ആഡ് ചെയ്യണം. വേർഡ് ആണെങ്കിൽ 3ഉം ലൊക്കേഷൻ കൗണ്ടറും കൂടെ ആഡ് ചെയ്താൽ മതി. ഇനി റിസർവ്ഡ് വേർഡ് ആണെങ്കിൽ എത്ര വേർഡ് ആണ് ഇവിടെ റിസർവ് ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ 2 വേർഡ് ആണെങ്കിൽ അപ്പം എത്ര വേർഡ് ആണോ അത് ഇൻറ്റു 3, ഓക്കെ, പ്ലസ് ലൊക്കേഷൻ കൗണ്ടർ ആയിരിക്കും വരിക. എത്ര വേർഡ് ആണോ നമ്മൾ റിസർവ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ 2 ആണെങ്കിൽ 2 into 3. ഇപ്പൊ 4 വേർഡ് ആണ് റിസർവ് ചെയ്തിരിക്കുന്നത്, 4 into 3 പ്ലസ് ലൊക്കേഷൻ കൗണ്ടർ. ഇനി റിസർവ് ബൈറ്റ് ആണെങ്കിൽ എത്ര ബൈറ്റ്സ് ആണ് വേണ്ടതെന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും. ആ ബൈറ്റ് നമ്പർ ഓഫ് ബൈറ്റ് പ്ലസ് ലൊക്കേഷൻ കൗണ്ടർ കാര്യങ്ങളാണ് അറിയേണ്ടത്. ലൊക്കേഷൻ കൗണ്ടർ എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ചെയ്യുന്നത് സ്റ്റാർട്ടിംഗ് അഡ്രസ്സിലേക്ക് ആയിരിക്കും. പറഞ്ഞിട്ടില്ലേ, അത് 0ലേക്ക് പോയിന്റ് ചെയ്യും. ഒരു ഇൻസ്ട്രക്ഷന്റെ ലെങ്ത് 3 ആണ്. അപ്പൊ ആ 3 ഇൻസ്ട്രക്ഷൻസ് 3 ആയിരിക്കും ഓരോ പ്രാവശ്യം ലൊക്കേഷൻ കൗണ്ടർ ആഡ് ചെയ്യുന്നത്. ഡിഫറൻസ് വരുന്നത് ഈ ഒരു കേസിലാണ്. അസംബ്ലർ ഡയറക്റ്റീവ് വരുവാണെങ്കിൽ വേർഡ് ആണെങ്കിൽ 3 ആഡ് ചെയ്യാം ലൊക്കേഷൻ കൗണ്ടറിലൂടെ. ബൈറ്റ് ആണെങ്കിൽ നമുക്ക് ലെങ്ത് കണ്ടുപിടിക്കണം. ലെങ്ത് കണ്ടുപിടിച്ചിട്ട് ലൊക്കേഷൻ കൗണ്ടറിലൂടെ ആഡ് ചെയ്യാം. റിസർവ് വേർഡ് ആണെങ്കിൽ എത്ര വേർഡ് ആണോ റിസർവ് ചെയ്തേക്കുന്നത് ഇൻറ്റു 3, അതിനൂടെ ലൊക്കേഷൻ കൗണ്ടർ ആഡ് ചെയ്യാം. റിസർവ് ബൈറ്റ് ആണെങ്കിൽ ഇവിടെ ഓൾറെഡി എത്ര വേർഡ് ആണ് എത്ര ബൈറ്റ് ആണ് റിസർവ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് പ്ലസ് ലൊക്കേഷൻ കൗണ്ടർ ആഡ് ചെയ്യാം. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ സ്റ്റേറ്റ്മെന്റ് ഇൻ SIC പ്രോഗ്രാം. SIC പ്രോഗ്രാം കൺസിഡർ ചെയ്യുക. കൺസിഡർ ദ പ്രോഗ്രാം ബീങ് അസംബ്ൽഡ് യൂസിങ് പാസ് ടു അസംബ്ലർ. ഓക്കെ, പാസ് ടു അസംബ്ലർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അസംബിൾ ചെയ്യാനായിട്ട്. ഓക്കെ, ഇതിന്റെ അകത്ത് ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇതൊരു ടേബിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ആ ടേബിൾ തന്നിരുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അകത്ത്. അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ്? ലൈൻ നമ്പർ ഉണ്ട്, ലൊക്കേഷൻ ഉണ്ട്, ലേബിൾ ഉണ്ട്, ഓപ്കോഡ് ഉണ്ട്, ഓപ്പറൻഡ് ഉണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് വിൽ ബി ദ അഡ്രസ് വാല്യൂ, അതായത് ഇവിടുത്തെ അഡ്രസ് കണ്ടുപിടിക്കണം. വാല്യൂ അസൈൻ ടു ദ സിംബൽ ന്യൂ എന്ന് പറയുന്ന സിംബലിന് എത്ര ആയിരിക്കും അതിന്റെ അഡ്രസ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് പാസ് 1ന്റെ അകത്ത്. അതിനകത്ത് കൂടുതൽ ചിന്തിക്കാൻ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലൈൻ 10 കഴിഞ്ഞിട്ട് ഇവർ കൊടുത്തേക്കുന്നത് 20 ആണ്. അപ്പൊ 10 to 20 വരെയുള്ള ലൈൻ അതിന്റെ ഇടയ്ക്കുണ്ട്. ഓക്കെ, അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമുക്കുള്ളത് 10, 11, 12, 20 എന്ന് പറഞ്ഞ ലൈനിന്റെ അഡ്രസ് ആണ് നമുക്ക് അറിയേണ്ടത്.
അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേനാണ് ഇതിന്റെ അഡ്രസ് യോജിക്കുക. അല്ലെ വേർഡ് ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത അഡ്രസ്സ് കിട്ടത്തുള്ളൂ. അപ്പം ബാക്കിയുള്ളതെല്ലാം സാധാരണ ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ വേർഡിന് എന്താണ് 3 bytes ആണ്. ഓക്കെ, അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ 3 ആണ് നമുക്ക് ആവശ്യം വരുന്നതെന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് അറിയേണ്ടത് ഈ അഡ്രസ് കൊടുത്തിരിക്കുന്ന ഹെക്സാഡെസിമലിലാന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഈ 10ന്റെ അഡ്രസ് 1000 ആണ്. അപ്പൊ 3 വെച്ചിട്ടാണ് ആഡ് ചെയ്ത് വരേണ്ടതെന്ന് ഓൾറെഡി പറഞ്ഞു. അങ്ങനെയാണ് അടുത്ത ഏതിൻ്റെ അകത്ത് വരും? 1003 വരും. അടുത്തത് 3 ആഡ് ചെയ്യുമ്പോൾ 1060 വരും. ഓക്കെ, അടുത്തത് ഈ അഡ്രസ്സിനോട് 3 ആഡ് ചെയ്യുമ്പോൾ 1009 വരും. അടുത്ത ഇതിന്റെ കൂടെ 9 ആഡ് ചെയ്യുമ്പോഴോ 10 അല്ല വരിക, ABC ആണ്. ഓക്കെ, 3 ആഡ് ചെയ്യുമ്പോൾ അടുത്ത് വരുന്ന ABC ആണ്. അപ്പൊ എന്ത് വരും? 100C ആണ് ഇതിന്റെ അഡ്രസ്. അടുത്തതിന്റെ C കഴിഞ്ഞിട്ട് DEF ആ വരിക. ഓക്കെ, F എന്ന് വരും. ഇനി അടുത്ത ഇത് വരുന്നത് 010 എന്നാണ് വരുന്നത്. അപ്പം 012. അപ്പൊ അടുത്ത അഡ്രസ് 1012 എന്ന് വരും. അടുത്തതിന്റെ അഡ്രസ് 3 ആഡ് ചെയ്യുമ്പോഴത്തേന് 1015. അടുത്ത 3 ആഡ് ചെയ്യുമ്പോൾ 1018. അടുത്തത് വരുമ്പോഴോ അടുത്തത് 8 കഴിഞ്ഞ് 9 കഴിഞ്ഞാല് AB. ഓക്കെ, അപ്പൊ എന്ത് വരും? 101B. അടുത്ത അഡ്രസ് B കഴിഞ്ഞിട്ട് CDE. അഡ്രസ് 101E. ഒരു 29ന്റെ അഡ്രസ് ഏതായിരിക്കും? അപ്പൊ 101E ആയിരിക്കും. അപ്പൊ ന്യൂവിന്റെ അഡ്രസ് എന്ത് വരും? 101E. ഇങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സുകൾ അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.